സ്വാഗതം നാട്ടുമലിലേക്ക്. ഇപ്പോൾ പുതിയതായിട്ടൊരു ചർച്ചയായിട്ടുള്ള എന്തൊരു കേരളത്തിൽ മൊണാലിസ അറിഞ്ഞല്ലോ എല്ലാവർക്കും. കുംഭമേളയിൽ പിന്നെ ഫേമസായ ഒരു പെണ്ണ്, അവൾ പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ച്, അത് മംഗലം കഴിച്ചതാരി ഒരു മുസ്ലിം നാമധാരിയെ. ഓക്കെ, അപ്പോൾ അവന് കല്യാണമായിട്ട് ഇവർ കഴിച്ചതെങ്ങനെ അറിയോ? അതായത് ഹിന്ദു ആചാരപ്രകാരമാണ് കല്യാണം കഴിച്ചത്. അതിനിപ്പോൾ ആര് നമ്മുടെ സംഖ്യകൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിനെ. അത് ലവ് ജിഹാദാണെന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കാനില്ല, കിട്ടിയത് അടിച്ച് കയറ്റലിന്നെ. ഇപ്പോൾ ഇതെന്തറിയോ, ലവ് ജിഹാദ് അത് കേരളത്തിൽ. അപ്പോൾ വെറുതെ ഒന്നും ഉണ്ടാക്കുന്ന നോക്കറോ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നല്ലേ. ശരിക്കും ഞാൻ ആലോചിക്കുന്നത്, ഇപ്പം ഐ എം എ മുസ്ലിം, ഞാനൊരിക്കോ ഹിന്ദു ആചാരപ്രകാരം ഞാൻ കല്യാണം കഴിക്കില്ല. ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു ഹിന്ദുവായ ഒരാൾ ഒരു മുസ്ലിം ആചാരപ്രകാരം കല്യാണം കഴിക്കുമോ? അവർ ശരിയായ ഒരു മതവിശ്വാസി കഴിക്കില്ല. ഒരു ശരിയായ ഹിന്ദുവായ ഒരാൾ പിന്നെ അവരാചാരപ്രകാരം കല്യാണം കഴിക്കും. കാരണം എന്താ, അവരവരുടെ മതവിശ്വാസം. ക്രിസ്ത്യാനായാലും അങ്ങനെ. അത് നമുക്കൊരു മതേതര രാജ്യമാണ്, എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങൾ അവരുടെ ആചാരങ്ങളെല്ലാം ഉണ്ട്. അതിനനുസരിച്ച് കല്യാണം കഴിക്കും. നേരെ വെച്ചിട്ട് ഇവന് കല്യാണം കഴിച്ചാൽ എങ്ങനെ? അവൻ്റെ ആചാരപ്രകാരം, മുസ്ലിം ആചാരപ്രകാരം. അവൻ അവളുടെ ആചാരപ്രകാരമാണ് കല്യാണം കഴിച്ചത്. പിന്നെ അമ്പലത്തിൽ പോയിട്ട് താലിയെല്ലാം കെട്ടിയിട്ട് ആ രീതിയിലാണ് ഒരു പിന്നെ ഹിന്ദു ആചാരപ്രകാരം. എന്നിട്ടും ഇവിടെ ബഹളങ്ങൾ, പിന്നെ ലവ് ജിഹാദിന് തെളിവില്ല എന്ന് പറഞ്ഞിന്. പിന്നെ ഒരു കാര്യം, ആരും വിഷമിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ല, ശരിയായ ഒരു മുസ്ലിം ആണെങ്കിൽ അവിടുന്ന് പിടിച്ചൊരു കൂട്ടി കൊണ്ടുവന്നിട്ടായിട്ട് പിന്നെ നീ മുസ്ലിം ആണെങ്കിൽ പൈസ കൊടുത്തെങ്കിൽ മുസ്ലിം ആയില്ല. മുസ്ലിം ആണെങ്കിൽ എന്താ പറയുക പറയേണ്ടത്, ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലണം. അതായത് ഞാനും മുസ്ലിം ആണെങ്കിൽ ഞാനും മനസ്സറിഞ്ഞിട്ട് ഇതാക്കണം. ആരും പ്രലോഭങ്ങളുണ്ടൊന്നും വിശ്വസിക്കുന്നൊന്നും മുസ്ലിം ആയില്ല. അത് മാത്രമല്ല, മുസ്ലിമാന് ചെറിയ പണിയാണ്, എത്ര പണിയുണ്ട്. കക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, പലിശ അത് ഹറാമാണ്, പലിശ മേങ്ങാൻ പാടില്ല. എന്തെല്ലാം കാര്യം നോക്കണം. 5 വക്ത് നിസ്കരിക്കണം, സദക്ക കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം. പിന്നെ തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏത് മതക്കാരെന്ന് നോക്കണ്ട, കൊടുത്തോളണം. പിന്നെ സക്കാത്ത് കൊടുക്കണം. ചെറിയ പണിയാണ്, 5 നേരം നമസ്കരിക്കുന്നതന്നെ ചെറിയ കഥയാണ്. അപ്പം ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുന്നത്, ഞാൻ ശരിയായ മുസ്ലിം ആയാന്ന്. അത്രയും എനിക്ക് ടെൻഷൻ, ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരില്ലേ, അവരൊന്നും മനസ്സിലാക്കണം. പിന്നെ പൈസ കൊടുത്തോടൊന്നും ഇസ്ലാമായില്ല. ഇസ്ലാമിന് കുറേ ആൾ കൂടിയുണ്ടെന്തോ കാര്യമൊന്നുമില്ല. ശരിയായ മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ ചെറിയ പണിയുമില്ല. അപ്പോൾ വേറൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.